ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ട്രിപ്പിന്റെ. അപ്പൊ ട്രിപ്പ് നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? റെഡി 1 2 ഗോവ. അപ്പൊ നമ്മൾ ഗോവയ്ക്കാണ് പോകുന്നത്. ഇപ്പൊ സമയം 4:30 ആയിട്ടുണ്ട്. നമുക്ക് 5 മണിക്കെങ്ങാണ്ടാണ് ട്രെയിൻ. ഇപ്പം വാപ്പിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വൈകുന്നേരം 5 മണിയാകുമ്പം അവിടെ എത്തുകയും ചെയ്യും. സുഖമാണ് കേട്ടോ, രാവിലെ കയറിയാൽ വൈകുന്നേരം എത്തും. സുഖമാണ്. എന്തിന്? എന്റെ ജാക്കറ്റ് ഒക്കെ ഇട്ടാ നിൽക്കണേ. അപ്പൊ നമ്മളിപ്പോ 5:15 ട്രെയിൻ. നേരെ പോകുന്നു. എത്ര മണിക്ക് എത്തും അവിടെ? 5 മണി. വൈകിട്ട് 5 മണി. ചേട്ടൻ ഇന്നലെ ആടുജീവിതം കണ്ടതിലുള്ള എന്താണ് റിവ്യൂ പറയാനായിട്ടുള്ളത്? ആടുജീവിതം വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫിലിംസ് Mollywood can like what we can say showcase to the world. Okay. So maybe something like national award, something we will get for that. We'll see. What about Prithviraj? I'm not gonna say in this video that one. What? Because So they don't hear the question. Adijeevitham I watched in a different mood. I want to rewatch it again actually, you know. Yeah, because I think you are a little bit sleepy. I guess so. It's not the right way to speak about it. We all are just tired when we are watching the film. And yeah. So guys, namakku train ka ready khanam. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഇവിടെ ഒരു ബോഗിയിലാന്ന് തോന്നുന്നു 3 പേര്. ബാക്കിയുള്ളവർ അപ്പുറത്തെ 2 പേര് അപ്പുറയാണ്. അപ്പോൾ ഇപ്പം ഞാനും വാപ്പച്ചിയും ഉമ്മിച്ചിയും ഇവിടെ ഇരിക്കാന്നുള്ളൊരു പദ്ധതിയിലേക്ക് വന്നു. ഇക്കാക്കായും ചെറുക്കനും അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സീറ്റും ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ. ഇവിടെ ഒന്ന് ഇരിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ആണ് പ്ലാൻ ഇപ്പം നിലവിലെത്താൻ. വെയിറ്റ് ചെയ്യുകയാണ്. അവർ പോയിട്ട് വരട്ടെ, ഇനി ബാക്കി അറിയാം. സോ ഗൈസ്, അപ്പം നമ്മൾ ട്രെയിനിൽ സെറ്റായി. ഇവിടെ ഇതുവരെ ആരും വന്നിട്ടൊന്നുമില്ല. നമ്മൾ സെറ്റായിട്ടിരിക്കട്ടെ. ചെറുക്കനെങ്കിൽ മേളിലേക്ക് പെടഞ്ഞു കയറുന്നു. ഉമ്മച്ചിയും വാപ്പച്ചിയും ഇവിടെ കിടപ്പുറപ്പിച്ചു. വാപ്പച്ചിനെ കാണുന്നില്ലല്ലേ? വെട്ടമില്ല ഗൈസ് അവിടേക്ക്. അപ്പം ഇവിടെ ഉമ്മച്ചിയുടെ ബാക്കിൽ വാപ്പച്ചി. എന്നാൽ ഇങ്ങോട്ട് കിടന്നോ, തല വെച്ച് ഞാൻ സൈഡിൽ ഒതുങ്ങാം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ ട്രെയിനിൻ്റെ അകത്താണ്. 10 മണി കണ്ടത് 10:30 കണ്ടായി. നമുക്ക് മേലെ കണക്ക് കൂട്ടലുകളായി. ഇതിൽ കൂടെ ഇറങ്ങണം എന്നുള്ള ഉമ്മച്ചി ഇത് ഇക്കാക്കായി ബാപ്പിച്ചിട്ട് ഒറ്റ പോയി. ഞാൻ ഒന്ന് പോയിട്ട് വന്നു. അത്യാവശ്യം പണ്ടൊക്കെ വരുന്നതിനേക്കാൾ കുറേ വൃത്തിയുണ്ട് കേട്ടോ. കുറേ മാറ്റങ്ങൾ വൃത്തി ഒക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഇനി ഇങ്ങോട്ട് പോവാണ്. അപ്പം ഇനി നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് 5 മണി 6 മണി കണ്ടാകുമ്പോൾ ഗോവ എത്തും. യെസ്, അപ്പോൾ ഇന്ന് ഓഫാവും. ഞാൻ രാവിലെ ഒരു ബോളി പഴംപൊരി, പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പഴംബോളി, പഴംപൊരി എന്നൊക്കെ പറയും. മറ്റേ പഴം മുക്കി പൊരിക്കുന്ന സാധനം, അത് കഴിച്ചു. പിന്നെ ഒന്നും കുടിച്ചൊന്നുമില്ല, അതൊരെണ്ണം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 12:30 ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ബോളി കഴിച്ചുള്ളൂ. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യത്തിൽ എൻഗേജഡായിട്ടിരിക്കുകയാണ്. കാക്കായും ചെറുക്കനും ഇവിടെ Dream 11 ഇടുന്ന തിരക്കിലാണ്. ആരെ ഇടും? ബുമ്മറയോ എന്താ ചക്രവർത്തിയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തൊന്നും കൂടില്ലാത്ത ആളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? ബുമ്മറേനെ ഇട്ടോ ചക്രവർത്തിയെ ഇട്ടോ? ബുമ്മറേന്നൊക്കെ പറയാനാട്ടോ. നമ്മുടെ കപ്പ് നമ്മുടെ കളിയാണ്. ആണോ? ഇന്ന് ഏതൊക്കെ കളി? RCB വേഴ്സസ് വില്ലയോ? അതൊക്കെ ഏതോ ടീമോ? പിന്നെ ചുമ്മാ എന്നെ എങ്ങാണ്ട് പറ്റിക്കോ. KKR ആണോ?
Gambhir versus King. ഗംഭീർ, ഗൗതം ഗംഭീർ. Yes. ഗംഭീറിനേക്ക് എനിക്കറിയാം. ഗുഡാക്കി കുറെ പോണേ നമ്മൾ. അപ്പോൾ ഉമ്മച്ചി അവിടെ ഞാനാണ് വീട്ടിൽ ചെറുത് എന്നും പറഞ്ഞ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കാണിക്കാൻ പറ്റില്ല അവിടെ വേറെ. ആ മൈക്കില്ലാണ്ട് പറഞ്ഞാലും എനിക്ക് ഓടി കിട്ടും. നഹി അത് മാറ്റി കൊടുക്ക്, കംപ്ലീറ്റ് മാറ്റിക്കോട്ടോ. ഇപ്പം എടുക്കണാർക്കാം, അതെല്ലാം പോയി എടുക്ക്. കാലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട് നിസാം. കാൽ തൂങ്ങി, കൈകൾ തൂങ്ങി, സോക്സുമായി നിസാം. വാപ്ചി ഇവിടെ നോക്കി, വാപ്ചി ചിരിച്ചേ. വാപ്ചിനെ കാണിച്ചു തരാം ഗൈസ്. വാപ്ചി ചിരിച്ചേ, ചിരിച്ചേ. ഇവൻ എന്തെന്ത് ഭംഗി. പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രതീതി ചേട്ടൻ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് വന്നു. സോ നമ്മൾ ഈ ഒരു പ്ലേസ്, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. എടാ ഒച്ച വെക്കാണ്ടിരിക്കാം അവിടെ നിസാമുദ്ദീൻ. കറക്റ്റ് നെയ്മൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഗോവ ലാൻഡ് ആയിട്ടുണ്ട്, പക്ഷെ അറിയില്ല സ്ഥലം ഏതാ. ഇപ്പം ഇനി നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് അത് പനാജിക്കാണോ? പനാജിന്ന് പനാജിന്ന് പിന്നെ അങ്ങോട്ട് ബാഗ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ബാഗയ്ക്ക് ബസ് കിട്ടിയില്ല. സോ നമ്മൾ പനാജി പോകും. പനാജിന്ന് പിന്നെ ബാഗ ബീച്ച്. ഇന്ന് നമ്മൾ ബാഗ ബീച്ചിൻ്റെ അവിടെയാണ് സ്റ്റേ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിലൂടെ ഇതിലൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പിന്നെ കാണാം. അപ്പോൾ കണ്ടോ, ഇത്രയും വെട്ടമൊന്നും ഇല്ല കേട്ടോ നിലവിൽ ഇപ്പോൾ ഗോവയിൽ. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഐഫോൺ കുറച്ചൊരു നൈറ്റ് മോഡ് ഓൺ ആക്കി വെച്ചേക്കുന്നതാണ്. അവിടെ എന്തൊരു വലിയ ബിൽഡിംഗ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എവിടെ പനാജി ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറിയ സ്ഥലം മഫ്ത. ഇത് പനാജി. നമ്മൾ പോകുന്നത് മഫ്തയിലേക്കാണ്. മഫ്സ പോകും. മഫ്സന്ന് നമ്മൾ നേരെ ബാഗ, കാരണം ഡയറക്റ്റ് ബസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. മഫ്സ പോയിട്ട് മഫ്സ ടു ബാഗ പോകണം. അപ്പോൾ മഫ്സയിൽ പോയി ഇറങ്ങി കഴിഞ്ഞ് ഇനി വണ്ടി ഇല്ല എന്ന് പറയുമ്പോൾ ഊബർ വിളിക്കും അല്ലേ? അവിടെ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. മഫ്സയിൽ നിന്ന് ബാഗയിലേക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ബാഗ സ്റ്റേ ആണ്. ബാക്കി വിശേഷം പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ടൂർ. ഇവിടെ നിന്ന് ഞാൻ ഡോറ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ കയറുന്നു. കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, നമുക്ക് ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നേരെ കാണുന്നത്. ആൻഡ് ഈ ഒരു സൈക്കിളായിട്ടൊരു സ്റ്റോർ റൂമുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ടോയ്ലറ്റുമാണ്. ആൻഡ് ഇത് ഓപ്പൺ അല്ല, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമായിരിക്കും. ആൻഡ് ഇതാണ് റൂം വരുന്നത്. ഒരു ബെഡുണ്ട്, ഒരു സോഫയുണ്ട്, ആൻഡ് വലിയൊരു ബെഡുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട് നമുക്ക്. പിന്നെ IPL ഇട്ടിട്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഒരു ചെറിയ സോഫ, ആൻഡ് ഇവിടെ ഒരു ബെഡ്. പിന്നെ നമുക്കിവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. യെസ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 2 ദിവസം ഉണ്ടാവും. ഇന്ന് 29 31 11 മണിക്കാണ് ചെക്കൗട്ട്. നമുക്കിത് കിട്ടിയിരിക്കുന്നത് 4000 രൂപയ്ക്കാണ്.
അപ്പോൾ ഇനി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം, കുളിക്കണം, കുറച്ച് പരിപാടികളുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു ബീച്ച്. യാ റൈറ്റ്. So today we need to plan. പ്ലാൻ ഇല്ലാണ്ടാണ് നമ്മൾ ഇതുവരെ വന്നത്. ചാർലി ആയിരുന്നു, പക്ഷെ ഇന്നോട്ട് നമുക്ക് ചാർലി അടിച്ചു കിട്ടി ഗൈസ്. പിന്നെ ഡ്രീം ഇലവനിൽ നമുക്കിന്ന് പൈസ കാരണം നരയിൽ പഠിക്കുന്നുണ്ട്. കോഹ്ലി നമ്മുടെ ക്യാപ്റ്റനായിരുന്നു. ഈ പെണ്ണുമുളെ പിടിച്ചു ഒത്തിരി ഇവൻ കിങ് കോഹ്ലിയുടെ ഭയങ്കര ഫാനാണ്. പക്ഷെ എനിക്ക് പുള്ളിനെ ഇഷ്ടമല്ല. പുള്ളി അഗ്രഷൻ ആണെന്ന് പറയുമ്പോ ക്രിഞ്ചാവുള്ളൂ. ലാഗ് അല്ലല്ലോ. അത് രണ്ടും സെയിമാ. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു നിസാമേ. ഒച്ച ഉറയ്ക്കും, അതിന്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡേ 2. ഞാൻ മിക്കവാറും ഇത് ഒരുമിച്ചൊക്കെ ആയിരിക്കും ഇവിടുന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. പുള്ളി ഭയങ്കര ഉപദ്രവമാണ് ഗൈസ്. ഞാൻ കേസ് കൊടുക്കും കേട്ടോ നിങ്ങളുടെ പേരിൽ. അപ്പോൾ നല്ല അടിപൊളി വെതറൊക്കെയാണ്. ചൂടുണ്ട്, വെയിലും ഉണ്ട്. ഞങ്ങളിവിടെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടേക്കും. ഇന്നലത്തെ ചൂടും വെയിലും ഉണ്ട്. ചെറിയൊരു ഒട്ടലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. അപ്പം നമ്മളിപ്പോൾ ഏറ്റുള്ളൂ. എല്ലാവരും പറഞ്ഞു കുറച്ച് ലോങ് ആയിട്ട് വീഡിയോ ചെയ്യാം. എല്ലാവരും അല്ല, ആരോ 2 പേരും കണ്ട് പറഞ്ഞു കുറച്ച് ലോങ് ആയിട്ട് വീഡിയോ ചെയ്യാൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി ആയിട്ട് വരുമ്പോൾ മെയിൻ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ വ്ലോഗ് എടുക്കുന്ന കേസ് മറന്നു പോകും. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ഒരു പ്രശ്നം. അപ്പം ഞങ്ങളപ്പോൾ ഇന്ന് ഞാനും ഉമ്മച്ചി ഇന്നൊരു സെയിം കളർ ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. യെല്ലോ, എനിക്കൊരു യെല്ലോ ഇതുണ്ട്, ഡ്രസ്സുണ്ട്. ഉമ്മച്ചി ഒരു സ്കേർട്ടും ഷർട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഞങ്ങൾക്ക് റീലൊക്കെ എടുക്കണം. ആൻഡ് ഞങ്ങളുടെ നമുക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ഉള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും അറിയായിരിക്കും, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഇൻസ്റ്റഗ്രാം എടുക്കുക. ഇൻസ്റ്റഗ്രാമിനകത്ത് എന്നെയോ അല്ലെങ്കിൽ ഇവന്മാരെ ആരെങ്കിലും ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ഡെയിലി അപ്ഡേറ്റ് കാണാൻ പറ്റും. ഞാനങ്ങനെ എപ്പോഴും സ്റ്റോറി ഇടുന്നില്ലായിരുന്നു. ഇക്കാക്ക ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ലിസ്ന ലത്തീഫ്, കാക്ക സലഫ് ഷാ, ഇവൻ നിസാം തോന്നുന്നു. അപ്പം ഇവൻ രണ്ടുപേരെയും നിസാം നിസല്ലേ നീ അല്ലേ? പിന്നെ എന്നാ നിസാം വയ്യല്ലോ, ചുമ്മ നിസാം. അവൻ ചുമ്മ നിസാമാണ് കേട്ടോ, ചുമ്മ നിസാം. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്തപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർ ആൾക്കാരും കാണാൻ പറ്റും. യെസ്, അപ്പോൾ അതാണ് അപ്ഡേഷൻ. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ചുമ്മാ ഇരിപ്പാണ്. എൻ്റെ നൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ അവിടെ പിടിക്കണ്ട, ഇവിടെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. ഇത് കണ്ടോ? അയ്യോ, ഇത് കണ്ടോ ഗൈസ്, നല്ല നൈറ്റി അല്ലേ? തുള്ളി ചാടുകയും ചെയ്യും നൈറ്റി. ഇത് മറ്റേ എറണാകുളത്ത് ഞങ്ങൾ സർപ്ലസിന്റെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലാ ചേട്ടായി. നാളെ. അപ്പം എനിക്ക് പണ്ട് മുതലേ നൈറ്റി ഇടാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു ആളാണ്. ഉമ്മച്ചിയുടെ നൈറ്റികളൊക്കെ ഇടും. അപ്പോൾ ഇനി എന്താണ് പരിപാടികൾ? അത് പുട്ടാലട്ടായിരിക്കണത്, പുട്ടാലട്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോൾ കാണിക്കാം. ആൻഡ് ഇന്നൊരു റീൽ എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് ഞാനും ഉമ്മച്ചിയുമായിട്ട്. അപ്പോൾ അതും ഞങ്ങൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മച്ചി ഒരുപോലെ കണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ആണോ? താങ്ക് യു. അതിനോട് താങ്ക് യു പറയണേ. ഇത് പുട്ടാലട്ടാട്ടോ, എൻ്റെ പുട്ടാലട്ട്. ഞാൻ ഇടും. ഇതെന്റെ പുട്ടാലട്ട്, അതെന്റെ തൊട്ടാവാടി. ഭാവിച്ച് തൊട്ടാവാടിയാ. ഞങ്ങളുടെ ഫാമിലി ഇതാണ്. ഇത് രണ്ട്. കാക്ക ബാത്റൂമിലാണ്. കാക്കാനെ പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് പിന്നെ കാണാം അല്ലേ അമ്മ? അപ്പൊ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല.
എനിക്കിപ്പോഴും ഈ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിട്ടിട്ടാണ് ഞാൻ വെളിയിൽ പോകുന്നത്. ലത്തീഫ് ബാപ്പച്ചിയുടെ ഉടുപ്പ് വൈ വിഷയമുള്ള ഉടുപ്പ് ഒന്ന് കാണിച്ചു. ബാപ്പച്ചി കൊണ്ട് നീങ്ങി. ബാപ്പച്ചി ഇതുണ്ടോ ചെരുപ്പ്? ഇത് പാൻറ് ബനിയൻ. ജാക്ക് ആൻഡ് ജോൺസേ അളിയിൽ ഇടുള്ളൂ. കാക്കയുടെ പാൻറ് എനിക്ക് ഇഷ്ടമായി. സോ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ ചെട്ടിനാട് ചിക്കൻ കറി അല്ലേ വാങ്ങിച്ച തമിഴന്മാരുടെ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റൂം തൊട്ട് ബാക്കിലാണ്. അവിടെ നിന്ന് ഇവിടെ വരെ നടക്കാനുള്ള ദൂരമുള്ളൂ. ഫുഡ് വരുമ്പോൾ നമുക്കിനി ബാക്കി പാക്കലാം. സോ ഗൈസ്, അവിടെ പാട്ട് വെച്ചിരിക്കുന്നതിനാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. ഞാനും നിസാമും വാപ്പച്ചിയും കഴിച്ചത് ഇഡ്ഡലിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇക്കാക്ക വേറെ എന്തോ സാധനമായിരുന്നു ഓർഡർ ചെയ്തത്. സോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. മേക്കപ്പൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നണേ, അല്ലേ? മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയി. എന്നാ ലുക്ക് ഉണ്ട്. റെഡാണോ കൂടിയേ? ഇവിടെ റെഡ് കളറാണ്. ആള് മാറിപ്പോയി. ഓക്കെ, അതാണ് അപ്പുവിൻ്റെ നിഗമനമല്ല, എന്റെ ഒരു അഭിപ്രായം. എഴുത്തച്ഛന്റെ ഒരു സ്വന്തക്കാരനായിട്ട് വരും മലയാളത്തിൽ ഞാൻ. വാപ്പച്ചിയൊക്കെ നിക്കറും ബനിയനും. വാപ്പച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് സ്നൂപ്പ് ഡോഗ് ഇല്ലേ, പുള്ളിയുടെ ഒരു ഡ്രസ്സിംഗ് ആണ് പുള്ളി ഇന്നത്തെ. ഡോഗാന്ന് വാപ്പച്ചി. ഇതേ വരുന്നതാണ് വിസ് ഖലീഫ. വിസ് ഖലീഫ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഓർമ്മ പുള്ളി സെറ്റപ്പാന്നൊക്കെയാണ്. പക്ഷെ നമുക്കല്ലേ അറിയാവുള്ളൂ. കലിയുള്ള വിസ വെള്ളം നല്ല. പിന്നെ ഇന്ന് നമ്മൾ 2 മാച്ചസ് ഉണ്ട് IPL. അപ്പോൾ അത് നമ്മൾ വെക്കണം. 5000 നമ്മൾ ഡ്രീം 11 ഇന്ന് ഇടുന്നുണ്ട് പിന്നെ. അപ്പോൾ അത് ഇന്നും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ മൊത്തം 5 മാച്ച് ഇട്ടതിൽ 4 മാച്ച് നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രീം 11 നിങ്ങൾ കളിക്കുവാണെങ്കിൽ ഒരിക്കലും മെഗാ കോൺടെസ്റ്റ് കളിക്കരുത്. ഹെഡ് ടു ഹെഡ് കളിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കോഹ്ലിനെ ക്യാപ്റ്റൻ ഇടാൻ നോക്കുക. ഇപ്പോൾ ചെന്നൈയും മുംബൈയും കളിക്കുമ്പോൾ കോഹ്ലിനെ ക്യാപ്റ്റൻ ഇടല്ലേ, അവൻ കളിക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, ധോണിനെ ടീമിൽ ഇടാതെ നോക്കുക. ധോണിനെ വിവരമുള്ള ഒരു ടീമിൽ ഇടൂലല്ലോ അല്ലെങ്കിലും. ഇവിടെ ഹ്യൂമിഡിറ്റി ലെവൽ ഭയങ്കര കുറവാണ്. യെസ്, വെയിറ്റ്. ഹ്യൂമിഡിറ്റി ലെവൽ ഭയങ്കര കുറവാണ്. നമുക്ക് പൂളൊക്കെ നമുക്ക് വേണേ വൈകുന്നേരം ഇറങ്ങാം. വലിയ മെച്ചമൊന്നുമില്ല എന്നാലും. അപ്പോൾ ഹ്യൂമിഡിറ്റി ലെവൽ ഭയങ്കര കുറവാണ്. കൊച്ചിയിലെ പോലെ ഒന്നും അല്ല. അത് നമ്മൾ വേർക്കുന്നൊന്നുമില്ല. ചൂടുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി ലെവൽ കുറവാണ്. ഞാൻ പിന്നെ 2 ഫോട്ടോ എടുത്ത് ക്ലിക്കട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുന്ന കാർ എത്തിയിട്ടുണ്ട്. ബാക്കി കിടക്കുന്ന സ്വിഫ്റ്റാന്ന് തോന്നുന്നു. സ്വിഫ്റ്റാണ് നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുന്നത്. ഒരു ദിവസം 1200 കണ്ടാണ് അവന്മാർ പറഞ്ഞത്. ടോട്ടലി 6000 രൂപയും കണ്ട് നമ്മൾ കൊടുക്കണം. ഡെപ്പോസിറ്റും എല്ലാം കൂടെ കൂട്ടി എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇനി ബാക്കി പോകാനുള്ള പരിപാടികൾ നോക്കണം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ ഗോഡ ഫോർട്ടിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിന്ന് നിയറസ്റ്റ് അതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഈവനിങ് സൺസെറ്റിൻ്റെ ടൈമിലാകുമ്പോൾ ബീച്ചിൽ പോവും. എനിക്കാണെങ്കിൽ ഞാൻ 1 വീക്ക് കൂടിയാണ് നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് പറ്റുന്നില്ല. ചൂട് കാരണം അത് നടക്കുന്നില്ല. സോ കംപ്ലീറ്റ് ഒരു ദിവസം 4-5 വട്ടം കുളിയായിരുന്നു. അപ്പോൾ തലയൊന്നും മര്യാദയ്ക്ക് തോർത്തുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ജലദോഷം പിടിച്ചു, സൗണ്ട് മാറി, ഫുൾ തുമ്മൽ, പരിപാടി കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ടുണ്ട്. അതെ, ഗോവൻ കല്യാണത്തിന് വരുന്നവന്മാരാണ്. എൻ്റെ സൈഡിൽ നിന്ന് കാണാം. പക്ഷെ ചിരിക്കില്ലട്ടോ അങ്ങനെ നോക്കി. ഞാൻ എടുക്കണ്ട്. Proceed to the route. Ladies night cocktail. In 300 meters, turn right. Guys, അപ്പോൾ നമ്മൾ ഗോവൻ വൈബുകളിലേക്ക് വന്നത്. ആദ്യം പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വരട്ടെ. തിരിച്ചൊന്നും മഞ്ഞില്ല. കാക്കായൊക്കെ സായിപ്പിന്റെ കപ്പിൾ എൻട്രി ഉള്ളി. കപ്പിൾ എൻട്രി. ഒരാൾ കപ്പിളാന്നൊക്കെ പറഞ്ഞ നമുക്ക് ഇറങ്ങാം. അപ്പൊ നമ്മളിപ്പോ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേക്കാണ്. പെട്രോൾ അടിച്ചിട്ട് പോവും. അവനെടുത്തില്ലേ? സോ ഗൈസ്, അപ്പൊ എന്നാ ഫോട്ടോ എടുക്കണം.
സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി. വേറെ ഒന്നിനല്ല, ചെരുപ്പില്ല, ഞങ്ങൾ ആരും ചെരുപ്പൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ഉമ്മച്ചിയുടെ ചെരുപ്പ് ഉണ്ടായിരുന്നത് പൊട്ടിയും പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെരുപ്പ് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോൾ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെരുപ്പ് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വാപ്പിച്ചി വണ്ടിയിലാണ് ഞങ്ങൾ 4 പേര് ഇറങ്ങി. നടന്ന് തൊട്ടടുത്തൊരു കടയുണ്ട്, അപ്പോൾ പിന്നെ അവിടെ പോയി നോക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, സ്ലിപ്പർ എടുക്കണം, ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ, ബീച്ചിലൊന്നും പോകുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കട്ടെ. നമ്മൾ ഏതൊക്കെയോ തെരുവിലൂടെ നടക്കുന്നു. ചെരുപ്പില്ല എനിക്കും ആർക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കട കയറി, അപ്പം ഇഷ്ടപ്പെട്ടില്ല. അപ്പം നെക്സ്റ്റ് കടകളിലൂടെയൊക്കെ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ടോട്ടലി 1000 ഇവിടെ. അത്യാവശ്യം ഫുഡ് നല്ല കോസ്റ്റ്ലിയാണ്. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ പോവുകയാണ്. വാടാ, ചൂടുണ്ട് കേട്ടോ. അതായത് അവിടെ നിന്ന് വന്നിട്ട് എനിക്ക് പറ്റില്ല. അല്ലാണ്ട് നാട്ടിലത്രയും ചൂടില്ല ഇവിടെ. നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും പൊള്ളിപ്പോവും, നമ്മൾ വേർത്ത് ഒട്ടി എന്തോ ഒരു സെറ്റപ്പിലേക്കാവും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ചൂടില്ല, ലൈക്ക് ആ ഒരു ഹ്യൂമിഡിറ്റി ലെവൽ കുറവാണ്. പക്ഷെ എനിക്ക് ചൂടാണ് ഇവിടെ, കാരണം അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് പാടാണ്. ആ ഒരു പ്രശ്നമുള്ളത്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർ ഏതോ ഒരു കടയ്ക്ക് പോയി കയറിയിട്ടുണ്ട്. കടയുടെ സൈഡിൽ കൂടെ തണൽ കയറുന്ന നടക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കാം. അപ്പോൾ നാങ്ക എങ്കില് அப்போ நான் சைடு கொடுங்கம்மா, சைடு. அப்போ நாங்கள் எங்களுக்கு செப்பல் பர்ச்சேஸ் பண்ணிட்டு அதுக்கப்புறம் இப்போ நாங்கள் வண்டிக்கிட்ட போயிட்டே இருக்கு, கார்கிட்ட. நான் அந்த அம்மா ரொம்ப பாவமானவருங்க. அந்த அம்மா എനിക്ക് തമിഴ് സംസാരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആൻഡ് ഇതൊരു പള്ളിയാണ്. എന്തോ പോർച്ചുഗീസിലായിരിക്കും എഴുതി വെച്ചേക്കുന്നല്ലേ, അങ്ങനത്തെ എന്തോ പേരാന്ന് തോന്നുന്നു. പണ്ട് അവരൊക്കെ വന്ന് ബിൽഡ് ചെയ്തേക്കുന്നതിലും ആവും. വെയിറ്റ് പണ്ണുങ്കമ്മ, വെയിറ്റ് പണ്ണുങ്ക, നോക്കി ക്രോസ് ചെയ്യണം, വെയിറ്റ്. ஸோ இப்போ நம்ம க்ராஸ் பண்ண போகிறேன். நான், என்னோட அம்மா, என்னோட பாட்டி எல்லாருமே இருக்கு. அப்போ நாங்கள் இப்போ ஆமா, நீங்கள் ஃபஸ்ட்டு போமா, நான் ஃபஸ்ட்டு போகிறேம்மா. என்னம்மா இது இப்படி எல்லாம்? ஓ, இங்க ரொம்ப கூலா இருக்குங்க. இது என்னுடைய தம்பி, அண்ணன். இது என்னுடைய அப்பா, இது என்னுடைய அம்மா, இது நான். என்னங்க இது? இது என்னுடைய தம்பி. എത്ര കിലോമീറ്റർ ഉണ്ട് ട്രെയിൻ അങ്ങോട്ട്? எனக்கு தெரிஞ்சு இன்னொரு 2 കിലോമീറ്റർ இருக்கு. എന്നടാ പണി വെച്ചിരിക്കേ? ഇവിടുത്തെ ഏറ്റവും നല്ല ബീച്ച് ബാഗല്ലേ? ബാഗാ? എനിക്ക് தெரியலப்பா. அப்பா பேக் எடுக்க கூடாது. பேக்ல வண்டியே இருக்கு, ஒரு வெளிய வண்டியே இருக்கு, பெருசா இருக்கு. இப்போ நமக்கு இங்க கொஞ்சம் காயல், கடல் இல்லைங்க, காயலும் ஷிப்பும் தெரியுது. நமக்கு காணது இந்த காயல். இது நம்ம சப்பல், நம்ம வாங்கிட்டு இருந்த சப்பல். அப்பா இந்த எனக்கு தெரியல, எனக்கு புரிஞ்சது அது ஃபசீனோ தான். அப்பா கொஞ்சம் ரைட்டுப்பா, அங்க இருக்குது. இது பாக்கு நல்லா பங்கி இருக்கு. அப்பா கொஞ்சம் தமிழ்ல பேசுப்பா, கொஞ்சம் தமிழ். அதுதானா தமிழ்? எதுக்கு அப்பா, எதுக்கு? போங்கப்பா போங்க, വീഡിയോ താപ്പാ. ഇത് പോപ്പാ പോ. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാണ്. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതാണ്. അപ്പോൾ വെയിലുണ്ടല്ലേ, മുഖത്ത് വെയിലടിക്കില്ല കേട്ടോ. ഈ സാധനം ഞാൻ വെച്ചേക്കുന്നതുകൊണ്ട് മുഖത്ത് വെയിലടിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇനി നമ്മളിപ്പോൾ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്നു. ഇനി അതിനുശേഷം ഇവിടെ രലി എത്തി കഴിഞ്ഞാൽ വേണോ ഇല്ലേ കാക്ക?
എനിക്ക് കിട്ടുന്നല്ലോ. അപ്പൊ ഇനി നമ്മൾ ഫോർട്ടിലെത്തിയിട്ട് കാണാം. നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് വരുമ്പോൾ കാണും പോലെയുള്ള കുറച്ച് ഇതാട്ടോ, വണ്ടികളും കുറെ സൈഡിലൂടെയുള്ള കടകളും അല്ലേ? ബാക്കി സ്കൂളിൽ നിന്ന് മാത്രം ട്രിപ്പ് പോയതുകൊണ്ട് എനിക്ക് തോന്നാം. ഓക്കെ, ദാറ്റ്സ് വൈ. ഓക്കെ, ഇപ്പൊ എല്ലാരും ചെറുക്കനുണ്ട്. ഉമ്മച്ചിയും അപ്പച്ചി ഇതുവരെ എത്തിയിട്ടില്ല. കാക്കായും ഞാനും നൈക്കി, ചെറുക്കനും നൈക്കി. ഞങ്ങളെല്ലാരും നൈക്കിന്റെ മക്കളാ. ഉമ്മച്ചിയും അപ്പച്ചിക്കാണ് പോകുന്നത്. എന്നെ പിടിക്കല്ലേ മോനെ, കൈ പിടിച്ചോ. ശുംബാക്കിയായി പോകുന്നു. വാടാ ഉമ്മച്ചി നല്ല ഭയങ്കര സെറ്റപ്പിലേക്ക്. എങ്ങോട്ട് പോവാ? ഇവിടെ വയ്ക്കാം. തൊപ്പിയൊക്കെ വെച്ച് മുടിയാ, കണ്ണാടിയും തൊപ്പിയൊക്കെ വെച്ച് ഉമ്മച്ചി അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ആരും ഇന്ന് കമന്റ് ചെയ്തു ഉമ്മച്ചിയാണോ സിസ്റ്ററാണോ എന്ന് ചോദിച്ചേ. സിസ്റ്റർ അല്ല, എനിക്കാകെ 2 ബ്രദേഴ്സേ ഉള്ളൂ. ഇത് മമ്മി ആൻഡ് ഡാഡി വരുന്നുണ്ട്. വാപ്സിനെ കാണിച്ചു തരാൻ വേണ്ടി. ഇതാണ് വാപ്സി. ഹായ് ബോലോ പപ്പ, ഹായ് ബോലോ. അറിഞ്ഞൂടാ, നോക്കണം. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ 2 ബ്രദേഴ്സ്. മഞ്ഞ ഇട്ടത് ചേട്ടൻ, മറ്റത് അനിയൻ. ഇതാണ് അനിയനും ചേട്ടനും, പിന്നെ ഞാനും, പിന്നെ തള്ളയും, പിന്നെ തന്തയും. ആകാശ കൂടാരക്കോട്ടയിൽ ഞങ്ങളെത്തി. ഇത് എൻ്റെ വീട്ടിലെ പ്രതിമയാണേ. ഇങ്ങനെ ഇരിക്കും പ്രതിമ. അപ്പൊ ഞങ്ങൾ പയ്യെ വാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്നത്. ഞാൻ അവിടെ എത്തിയിട്ട് ഫോർട്ട് കാണിച്ചു തരില്ല, ഇവിടെ നിന്ന് കുറച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതിലെ കയറി ഇറങ്ങിയൊക്കെ വരാം. മലയാളികളാണല്ലോ. ഇവിടേക്ക് ഇവിടേക്ക് എന്തായിരുന്നു നമുക്കൊന്നും അറിഞ്ഞൂടാ. ആണോ? ഇവൻ പറയണ വിശ്വസിച്ചു പോകും, പക്ഷെ ഇവൻ പറയുന്നത് വളരെ കള്ളമായിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. നമുക്ക് ഇവിടെ മേളിൽ പോയാലോ? ഫസ്റ്റ് നല്ല രസമുണ്ട് കാണാൻ. പോട്ടെ, ഞാൻ ഫ്രണ്ടിൽ പൊക്കോട്ടെ പ്ലീസ്. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ, അതുപോലെ ചൂടും കാണും. ഇവിടെ നമുക്ക് ഫോട്ടോ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. സോ ഞാനിത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണിക്കാം. എൻ്റെ മക്കൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അതായത് അടിപൊളി, കാണാൻ അടിപൊളി. ഇതിൻ്റെ താഴെ ഇറങ്ങാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അറിഞ്ഞൂടാ. മേ ബി ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇറങ്ങാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതായത് കാണുന്ന കടലായിരിക്കണം കേട്ടോ, എനിക്കറിയില്ല ഇങ്ങനെയുള്ളതിനെ പറ്റിയൊന്നും. പിന്നെ മേ ബി ആ കാണുന്നതൊരു ബീച്ചായിരിക്കും. ഈ ഒരു ഫോർട്ടിൻ്റെ ഹിസ്റ്ററി ഞങ്ങളുടെ കൂടെയുള്ള ആർക്കും അറിയില്ല. സോ ഞാനത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ വോയിസ് ഓവർ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പിടികിട്ടും. ലൈക്ക് ഇവിടെ എന്തോ ജയിൽ പോലെ ഉണ്ട്, എന്താ ഏതാ ഇതൊന്നും ആർക്കും അറിയില്ല. ഒത്തിരി ഉണ്ടോ? നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ എന്തോ ഒരു ജയിലാന്ന് തോന്നുന്നു. ഇതെന്താ ജയിലാണോ? ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ജയിലാണെന്ന് തോന്നുന്നു. സുഭാഷ് വിളിയൊക്കെ.
Guys, ഇവിടെ എന്തോ ഒരു കുഴിയുണ്ട്, ഗുഹയാണ്. ഇതിൽ കയറാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് പൂട്ടിയിട്ടേക്കാണ്. ഈ ഗുഹയിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, അതൊക്കെ ലോക്കാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ് ഗൈസ്. അല്ലേ അല്ല, നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. അഗോഡ ഫോർട്ടിൽ നമ്മൾ ഇറങ്ങി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവാണ്. ഞാനും ഉമ്മച്ചിയും ഇന്ന് യെല്ലോ ആപ്സി മാത്രം വേറെ ആരുടെ കൂടെ വന്നതാണ്. ആപ്സി നോക്കണമൊക്കെ. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി, അഗോഡ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തലവേദന ഉണ്ടോ? ഫോൺ ഞാൻ കടയിൽ വെച്ച് മറന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നു ബീച്ചിലേക്ക്. ആൻഡ് എനിക്ക് ഡ്രസ്സ് മാറണമെന്നുണ്ടായിരുന്നു. എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെന്നും എനിക്കുണ്ടായിരുന്നു. വലിക്കുമല്ലോ, പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല ഗൈസ്. അപ്പം ഡ്രസ്സ് മാറാണ് നമ്മൾ നേരെ പോകുന്നു. സോ ഗൈസ്, നമ്മളപ്പോൾ ബാഗ ബീച്ചിന്റെ അവിടെ എത്തി. ഇപ്പോൾ ജസ്റ്റ് പാർക്കിങ്ങിന്റെ സെക്ഷനിൽ ഇറങ്ങി കാറ് പാർക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ ബീച്ചിലേക്ക് നടക്കണം. അപ്പോൾ പോയിട്ട് കാണാം. എനിക്കാണെങ്കിൽ ജലദോഷമായിട്ടൊരു പ്രത്യേക അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പൊക്കോണ്ടിരിക്കണം. ഇതാണിപ്പോ ഗോവ വൈബ്. പോകുന്നില്ലേ ഗോവ വൈബ്? പറയണേ